എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കേരള സർക്കാർ പദ്ധതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഈ കഴിഞ്ഞ എല്ലാ ഘട്ടങ്ങളിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകാവുന്ന ആശ്വാസ നടപടിയാണ് കേട്ടോ. സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം എന്താണ്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന ആശ്വാസ നടപടിയാണ് സ്നേഹസാന്ത്വനം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം സാന്ത്വനം അല്ലെ. അപ്പൊ സ്നേഹസാന്ത്വനം ഉണ്ട്, അതേപോലെ തന്നെ സാന്ത്വനം ഉണ്ട് അല്ലെ. അപ്പൊ സാന്ത്വനം എന്ന് പറയുന്നത് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരികെ എത്തി ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകുന്ന ആശ്വാസ പദ്ധതിയാണ് സാന്ത്വനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ടും ഉണ്ട്, സ്നേഹസാന്ത്വനം ഉണ്ട്, സാന്ത്വനം ഉണ്ട്. സാന്ത്വനം എന്ന് പറയുന്നത് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരികെ എത്തി ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകുന്ന ആശ്വാസ പദ്ധതിയാണ് സാന്ത്വനം. ഓക്കെ, തെറ്റില്ലല്ലോ. നമുക്ക് അടുത്ത് നോക്കാം. മൂന്നാമത്തെ ഉഷസ് ആണ്. ഉഷസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേരളത്തിലെ നഗരങ്ങളിലും ചേരികളിലും താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. ഓക്കെ, കേരളത്തിലെ നഗരങ്ങളിലും ചേരികളിലും താമസിക്കുന്ന സാധാരണക്കാരെ ഉഷാറാക്കുക എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓർക്കാം അല്ലെ. ഉഷാറാക്കുക അല്ലെങ്കിൽ ഉഷസ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കാം. സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ഉഷസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേട്ടോ. ഇനി അടുത്ത് നോക്കാം ജീവനി സഞ്ജീവനി. ജീവനി സഞ്ജീവനി എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാ? കോവിഡ് കാലത്ത് ജില്ലയിലെ കർഷകർക്ക് ആശ്വാസമായിട്ട് കേരളത്തിൽ പഴങ്ങളും പച്ചക്കറികളും വീട്ടിലെത്തിക്കാൻ കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ജീവനി സഞ്ജീവനി. ഓക്കെ, അപ്പൊ PSC റീസെന്റ് ആയിട്ടുള്ള പദ്ധതികൾ മാത്രമല്ല ഇങ്ങനെയുള്ളതും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പഠിച്ചു പോവാ. ജീവനി സഞ്ജീവനി എന്താ? കോവിഡ് കാലത്ത് ജില്ലയിലെ കർഷകർക്ക് ആശ്വാസമായിട്ട് കേരളത്തിലെ പഴങ്ങളും പച്ചക്കറികളും വീട്ടിലെത്തിക്കാൻ അല്ലെ. പഴങ്ങളും പച്ചക്കറികളൊക്കെ ഒരു സഞ്ചിയിലാക്കി വീട്ടിലെത്തിക്കാന്നൊക്കെ ഓർക്കാലോ. സഞ്ചി അല്ലെങ്കിൽ സഞ്ജീവനി ആയിട്ടൊന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം മംഗല്യം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് മംഗല്യം പദ്ധതി കേട്ടോ. അപ്പൊ വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? മംഗല്യം. മംഗല്യം. അടുത്ത് നോക്കാം കടവുകൾ. കടവുകള് വിധവകളായിട്ടുള്ള വനിതകളുടെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടുള്ള വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് പടവുകൾ. ഓക്കെ, അപ്പോ ആർക്കാണ് ഇത് കിട്ടുന്നത്? വിധവകളായിട്ടുള്ള വനിതകളുടെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് പടവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരെ ഒരു പടി ഉയർത്താൻ വേണ്ടിയിട്ട് അല്ലെ, ആരെയാണ്? വിധവകളായിട്ടുള്ള വനിതകളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായ പദ്ധതി. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം കരുത്താണ്. കരുത്ത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയായിരിക്കും അല്ലെ, ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സ്വയം പ്രതിരോധത്തിനായിട്ട് പെൺകുട്ടികൾക്ക് ആയോധന കലയിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അല്ലെ. അപ്പൊ പെൺകുട്ടികളെയൊക്കെ കരുത്തരാക്കുക എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. സ്വയം പ്രതിരോധത്തിനായിട്ട് പെൺകുട്ടികൾക്ക് ആയോധന കലയിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കരുത്ത്. ഇനി അടുത്തത് പ്രതീക്ഷാഭവൻ. അപ്പൊ ബുദ്ധി വൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കായിട്ടുള്ള സ്ഥാപനമാണ് പ്രതീക്ഷാഭവൻ. ഓക്കെ, ഭവൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭവനം അല്ലെ. അപ്പൊ ബുദ്ധി വൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർക്കായിട്ടുള്ള സ്ഥാപനമാണ് പ്രതീക്ഷാഭവൻ. പ്രതീക്ഷാഭവൻ. ഇനി അടുത്തത് അമ്മത്തൊട്ടിൽ. അത് പേരിൽ തന്നെ നമുക്ക് അറിയായിരിക്കും. തൊട്ടിൽ ആയിട്ട് ബന്ധപ്പെട്ട് നവജാത ശിശുക്കളുടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്ക് നോക്കാം. അനാഥരായിട്ടുള്ള നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അനാഥരായിട്ടുള്ള നവജാത ശിശുക്കളെ കേട്ടോ. ഇനി അടുത്ത് നോക്കാം നിർഭയ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അക്രമങ്ങൾ തടയുന്നതിനായിട്ട് 2014 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് നിർഭയ. ഓക്കെ, അപ്പൊ ഭയം വേണ്ട എന്നുള്ള രീതിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അക്രമങ്ങൾ തടയുന്നതിനായിട്ട് 2014 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? നിർഭയ. ഓക്കെ, അപ്പൊ നമ്മുടെ കരുത്തായിട്ട് മാറിപ്പോണ്ട. കരുത്ത് എന്തായിരുന്നു? സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. പെൺകുട്ടികൾക്ക് ആയോധന കലയിൽ പരിശീലനം നൽകുന്ന. അപ്പൊ ആയോധന കലയിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല കരുത്ത് കിട്ടും എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഇനി അടുത്ത് നോക്കാം ശരണ്യാണ്. ശരണ്യ എന്ന് പറയുന്നത് അവിവാഹിതരായിട്ടുള്ള അമ്മമാർ, വിവാഹമോചിതരായിട്ടുള്ള വനിതകൾ, പിന്നാക്കാവസ്ഥയിലുള്ള വനിതകൾ എന്നിവർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഓക്കെ, അപ്പൊ സ്വയം തൊഴിൽ പദ്ധതിയാണ്
ശരണ്യ. ആർക്കൊക്കെയാണ്? അവിവാഹിതരായിട്ടുള്ള അമ്മമാർ, വിവാഹമോചിതരായിട്ടുള്ള വനിതകൾ, പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏത്? ശരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അടുത്തത് എന്റെ വീട്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതർക്കായിട്ട് പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ നൽകുന്ന ഭവന നിർമ്മാണ വായ്പാ പദ്ധതി കേട്ടോ. അപ്പൊ എന്റെ വീട് എന്ന് പറയുമ്പോൾ തന്നെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും അല്ലെ. അപ്പൊ ഭവന നിർമ്മാണ വായ്പാ പദ്ധതിയാണ് ആർക്കാണ്? പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതർക്കായിട്ട് വേണ്ടിയിട്ടുള്ള വായ്പാ പദ്ധതിയാണ് കേട്ടോ എന്റെ വീട്. അപ്പൊ എന്റെ വീട് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ എന്റെ കൂട്, തമ്മിൽ മാറിപ്പോരുത്. എന്റെ കൂട് എന്ന് പറയുന്നത് നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം നൽകുന്ന പദ്ധതിയാണ് എന്റെ കൂട്. അപ്പൊ അവർക്കൊരു കൂട് കിട്ടി എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം നൽകുന്ന പദ്ധതിയാണ് എന്റെ കൂട് കേട്ടോ. എന്റെ വീടാണ്, അത് ഭവനവുമായിട്ട് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഇനി അടുത്ത പദ്ധതി നോക്കാം. പരിരക്ഷാ പദ്ധതി. അത് ഇമ്പോർട്ടന്റ് ആണ്, വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. പരിരക്ഷാ പദ്ധതി. അപ്പൊ ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ. ഓക്കെ, ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ അല്ലെ, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിരക്ഷ. ഓക്കെ, ആ രക്ഷയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ. ഈ പദ്ധതിയിൽ സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ ഭേദമന്യേ എല്ലാ ഭിന്നശേഷിക്കാർക്കും സേവനം ലഭ്യമാക്കി വരുന്നുണ്ട്. പരിരക്ഷാ സേവനത്തിന് ദാരിദ്ര്യരേഖ പരിധി ബാധകമല്ല. വിവിധ തരത്തിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റുകളൊക്കെ അറിഞ്ഞു വെച്ചേക്കുക. കാരണം നമ്മുടെ എക്സാമിന് ചിലപ്പോൾ 2-3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് ഏതൊക്കെയാണ് ശരി തെറ്റെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ പോയിന്റ്സും കൂടെ പറഞ്ഞ് എല്ലാവരും പഠിച്ചേക്കുക. പരിരക്ഷ. അപ്പൊ രക്ഷ എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. എന്റെ മരം. എന്റെ മരം എന്താ? വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ മരം. ഓക്കെ, വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ മരം. 9ാം ക്ലാസ് വരെയാണ്, 9ാം ക്ലാസ് വരെ. ഇനി കാവൽ മരം. അപ്പൊ രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. കാവൽ മരം എന്ന് പറയുന്നത് വനം വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാവൽ മരം. ഓക്കെ, വനം വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാവൽ. ആ കാവൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ പോലീസുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. കാവല് പോലീസ് നിൽക്കുന്നതായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മറ്റെന്തായിരുന്നു? എന്റെ മരമാണ്. ഇനി സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിക്കുക. അപ്പൊ വയോമിത്രം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്താ? സംസ്ഥാനത്തെ വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ചിട്ടുള്ള നൂതന പദ്ധതിയാണ് വയോമിത്രം. ഇനി 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് വയോമിത്രം സ്കീം പ്രകാരം സൗജന്യ സേവനങ്ങൾ ലഭ്യമാവുന്നത്. അപ്പൊ ആ വയസ്സ് ഒന്ന് അറിഞ്ഞു വെച്ചേക്ക, ചോദിക്കാം കേട്ടോ. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് ഈ പറഞ്ഞിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വയോമധുരം പദ്ധതിയാണ്. എന്താണ് വയോമധുരം പദ്ധതി എന്നുള്ളത് നോക്കാം. ഇതിൽ പറയുന്നത് സംസ്ഥാനത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്നതിന് സഹായിക്കുന്നതിനുള്ള ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമധുരം. ആ മധുരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? ഗ്ലൂക്കോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ. വയോമധുരം തമ്മിൽ മാറിപ്പോരുത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? വയോമിത്രമാണ് കേട്ടോ. ഇത് വയോമധുരം. ഇനി അന്നദായിനി. അന്നവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ എന്താ പറയുന്നത്? കേരള സാമൂഹ്യക്ഷേമ മിഷന്റെ നേതൃത്വത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി. അപ്പൊ അന്നം നൽകുന്ന പദ്ധതി അല്ലെങ്കിൽ പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് കേട്ടോ. ഇനി അടുത്തത് അതുല്യം. അതുല്യം എന്ന് പറയുന്നത് എന്താ? സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. ഓക്കെ, അതുല്യം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാനത്തെ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, ഇനി അടുത്ത പദ്ധതി നോക്കാം.
സൗര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. നമുക്ക് സൗര എന്ന് കേൾക്കുമ്പോൾ തന്നെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെ? നമുക്ക് നോക്കാം. സംസ്ഥാനത്ത് പരിസ്ഥിതി സൗഹൃദ ഊർജോൽപാദനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള KSEBയുടെ പുരപ്പുറ സൗരോർജ പദ്ധതിയാണ് സൗര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അപ്പൊ എന്താണ്? KSEBയുടെ പുരപ്പുറ സൗരോർജ പദ്ധതിയാണ് കേട്ടോ. അറിഞ്ഞു വെച്ചേക്കണേ. നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്താലോ? എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം അല്ലെ? അപ്പൊ എല്ലാ പോയിന്റ്സുകളും ഒന്നും കൂടെ ഒന്ന് മൈൻഡിലോട്ട് കൊണ്ടുവരാം. ആദ്യം പറഞ്ഞത് എൻഡോസൾഫാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ വെറും സാന്ത്വനം പറഞ്ഞു, അത് പ്രവാസ ജീവിതം കഴിഞ്ഞ് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു ആശ്വാസ പദ്ധതിയാണ്. ഉഷസ് പറഞ്ഞു അല്ലെ, ഉഷാറാക്കി കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞില്ലേ? ആരെയായിരുന്നു? നഗരങ്ങളിലും ചേരികളിലൊക്കെ താമസിക്കുന്ന സാധാരണ ആൾക്കാരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പദ്ധതി. പിന്നെ ജീവനി സഞ്ജീവനി എന്ന് പറയുമ്പോൾ നമ്മുടെ സഞ്ചിയൊക്കെ ഓർക്കുക, അതിൽ പഴങ്ങളും പച്ചക്കറികളൊക്കെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പിന്നെ മംഗല്യം വിവാഹവുമായിട്ട്, അപ്പൊ വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട്. അടവുകൾ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു? വിധവകളായിട്ടുള്ള വനിതകളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി അല്ലെ. പിന്നെ കരുത്ത് എന്തായിരുന്നു? പെൺകുട്ടികൾക്ക് ആയോധന കലയിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി. പ്രതീക്ഷ ഭവൻ അല്ലെ, ഒരു വീടാണ്. അപ്പൊ 18 വയസ്സ് കഴിഞ്ഞ് പുരുഷന്മാർക്കായിട്ടുള്ള ബുദ്ധിവൈകല്യമുള്ള പുരുഷന്മാർക്കായിട്ടുള്ള സ്ഥാപനമാണ് പ്രതീക്ഷ ഭവൻ. അമ്മത്തൊട്ടില് അറിയാലോ, അനാഥരായിട്ടുള്ള നവജാത ശിശുക്കൾക്ക് കേട്ടോ. നിർഭയ എന്ന് പറയുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള 2014 അല്ലെ, 2014 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് നിർഭയ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഇനി ശരണ്യ. ശരണ്യ എന്താ? വിവാഹിതരായിട്ടുള്ള അമ്മമാർ, വിവാഹമോചിതരായിട്ടുള്ള വനിതകൾ, പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന വനിതകൾ എന്നിവർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതി. എന്റെ വീട് ഭവന നിർമ്മാണവുമായിട്ട് അല്ലെ, വായ്പാ പദ്ധതിയാണ്. എന്റെ കൂടെ എന്തായിരുന്നു? നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സുരക്ഷിത താമസ സൗകര്യം നൽകുന്ന പദ്ധതി അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞ? പരിരക്ഷാ പദ്ധതി പറഞ്ഞു അല്ലെ. ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പരിരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഈ പദ്ധതിയിൽ സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ ഭേദമന്യേ എല്ലാ ഭിന്നശേഷിക്കാർക്കും സേവനം ലഭ്യമാക്കി വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞു വെച്ചേക്കാം. എന്റെ മരം പറഞ്ഞു. വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതി. കാവൽമരം എന്തായിരുന്നു? വനം വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി അല്ലെ. പിന്നെ വയോമിത്രം നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വയോമിത്രം. അതിൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഇതിന്റെ ഒരു ആനുകൂല്യം കിട്ടുന്നത് അല്ലെ. പിന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള? വയോ മധുരം പറഞ്ഞു. ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് വിതരണം നൽകുന്ന ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞു. അന്നദായിനി, അന്നം എന്ന് പറയുമ്പോൾ പോഷകാഹാരവും ഒക്കെ മൈൻഡിലോട്ട് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ. അതുല്യം. അതുല്യം എന്ന് പറയുന്നത് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൗര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ്. സംസ്ഥാനത്ത് പരിസ്ഥിതി സൗഹൃദ ഊർജോൽപാദനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള KSEBയുടെ പുരപ്പുറ സൗരോർജ പദ്ധതിയാണ് സൗര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് ഇത്രയും പദ്ധതികൾ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് റിവൈസ് ചെയ്ത് സെറ്റ് ആക്കുക കേട്ടോ, മൈൻഡിൽ സെറ്റ് ആക്കുക. അപ്പൊ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ, താങ്ക് യു ഓൾ.